എത്രയോ ആളുകൾ ഇപ്പോഴും പ്രായം കൊണ്ട് 60ഉം 70ഉമായിട്ടും അവസ്ഥ കൊണ്ട് യൗവനത്തിൽ ജീവിക്കുന്ന ആളുകളെ എനിക്കറിയാം. ഹൈലി എനർജറ്റിക് ആണ്, എന്ത് കാര്യം ആവേശത്തോടെ ചെയ്യുന്ന കാണാം. പക്ഷെ അവസാനം പറയും എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ശരീരം അനുവദിക്കില്ല പറയും. മനസ്സ് യൗവനത്തിൽ നിൽക്കുകയും ശരീരം വാർദ്ധക്യത്തിലെത്തിയാൽ എന്ത് സംഭവിക്കും? സ്വഭാവം കൊണ്ട് യൗവനവും ശരീരം വാർദ്ധക്യത്തിലെത്തിയാൽ നടക്കുമോ? നാടകം. അപ്പൊ എന്ത് വേണം? ശരീരം വളരുന്നതിനനുസരിച്ച് ആരും വളരണം, നമ്മുടെ സ്വഭാവവും ഉയരണം. സ്വഭാവത്തിന് വളരാനുള്ള ഒരേ ഒരു പോഷകം അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. സ്വഭാവം മെച്യൂരിറ്റി എന്ന് പറയുന്ന സാധനം വരണമെങ്കിൽ തിയറി പഠിച്ചിട്ട് കാര്യമില്ല, അനുഭവജ്ഞാനത്തിലൂടെ മാത്രമേ ആർക്ക് വരാൻ കഴിയൂ? എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമ്മുടെ ക്യാരക്ടറിന് മെച്യൂരിറ്റി വെക്കൂ. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്കും എന്ത് ചെയ്യില്ല. നിങ്ങൾ എത്ര തിയറി പഠിച്ചോ മെച്യൂരിറ്റി വരില്ല. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കൂ? നമ്മുടെ ക്യാരക്ടറിൽ മെച്യൂരിറ്റി എന്ന സാധനമുള്ളൂ. സോ അനുഭവത്തിലൂടെ ഒരാൾ ഉയർന്നു വന്നാൽ മാത്രമേ ശരീരം വളരുന്നതിനനുസരിച്ച് എന്തും വളരുകയുള്ളൂ, സ്വഭാവം വളരും. ഇല്ലെങ്കിൽ ശരീരം പോയി 70 വയസ്സിലെത്തും, മനസ്സ് എവിടെ കിടക്കണ്ടാവും? 7 വയസ്സിൽ കിടക്കണ്ടാവും. എന്ത് ചെയ്യും? ശരീരം 60 വയസ്സിൽ നിൽക്കുന്നു, മനസ്സ് സ്വഭാവം 16 വയസ്സിന്റെ സ്വഭാവമായാൽ എന്ത് സംഭവിക്കും? വൈരുദ്ധ്യം ഉണ്ടാവുമല്ലോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു പരിധി വരെ ബാല്യം, കൗമാരം, യൗവനം വരെയും കുഴപ്പമില്ല. ഇത്രയും ഒക്കെ കടിച്ചു പിടിച്ച ആൾക്കാർ അവനവന്റെ ജീവിതം ജീവിക്കുന്നുണ്ട്. പക്ഷെ ഗൃഹസ്ഥാശ്രമം എത്തിയതോടുകൂടി അവനവന്റെ ജീവിതം ജീവിക്കാൻ പറ്റാതായി. ഇപ്പൊ യൗവനത്തിൽ തന്നെ പറ്റാതായി, പ്രാരാബ്ദം കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി ഗൃഹസ്ഥാശ്രമി വന്നു, ഭാര്യ വന്നു, മക്കൾ വന്നു, പിന്നെ സ്വന്തം ജീവിതം അവിടെ പെൻഡിങ് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ട ഗതികേട് വന്നതോടുകൂടി അവനവന്റെ യാത്ര എന്ത് ചെയ്തു? ഇവർക്ക് പോകേണ്ട പാതയിൽ ചെക്ക് പോസ്റ്റ് ഇട്ട ശേഷം ബാക്കിയുള്ളവരുടെ പാതയിൽ കൂടെ കൈയും പിടിച്ച് നടത്തിയിട്ട് പോകുമ്പോ എനിക്ക് പോകേണ്ട പാത ഇതല്ല. പറഞ്ഞ മനസ്സിലായോ? ഇതെപ്പോ അറിയും ചോദിച്ചാൽ, കുറെ കഴിഞ്ഞു അവര് പറയണ് അച്ഛാ ഇനി കൈവിട്ടോളൂ ഞാൻ പോവാന്ന് പറയും. നിങ്ങൾക്ക് പോകേണ്ട പാത ഇപ്പുറത്താണ്. പിന്നെ നിങ്ങൾക്ക് തിരിച്ച് എവിടേക്ക് വരേണ്ടി വരും? നഷ്ടപ്പെട്ടു പോയവിടെ നിന്ന് തിരിച്ചു പിടിക്കേണ്ടി വരും. ഇവിടെയാണ് ജീവിതത്തിന്റെ തെറ്റായ തിയറി നമ്മൾ ഫോളോ ചെയ്യുന്നു പറയാൻ. തെറ്റെന്ന് ഞാൻ പറയുന്നത് ആപേക്ഷികമാണ്, പക്ഷെ തെറ്റെന്ന് പറയാൻ കാരണം ഓരോ വ്യക്തിയും ഇവിടെ ജനിക്കുന്നത് അവനവന്റെ വാസനകളെ പൂർത്തീകരിക്കാനാണ്, അവനവന്റെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റാനാണ്, അവനവന്റെ ജന്മജന്മാന്തരങ്ങളെ ആർജിച്ചെടുത്ത ആഗ്രഹ പൂർത്തീകരണത്തിലൂടെ മോക്ഷം എന്ന ലക്ഷ്യത്തെ നേടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അച്ഛനെ കണ്ടിട്ടല്ല മകൻ ജനിക്കുന്നത്, അമ്മയെ കണ്ടിട്ടല്ല മക്കൾ ജനിക്കുന്നത്, ഭർത്താവിനെ കണ്ടിട്ടല്ല ഭാര്യ ജനിക്കുന്നത്, ഭാര്യയെ കണ്ടിട്ടല്ല ഭർത്താവ് ജനിക്കുന്നത്. പിന്നെ ഇവർക്ക് എന്താണ് ചോദിച്ചാൽ, ഭർത്താവിന്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് ഭർത്താവിനെ എത്തിക്കാൻ ഭാര്യയ്ക്ക് സഹായിക്കാം, ഭാര്യയുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഭർത്താവിന് ഒരു കൈത്താങ് സഹായിക്കാം എന്നുള്ളതല്ലാതെ അവരുടെ പാതയിലൂടെ നടക്കരുത് എന്ത് ചെയ്യില്ല, നടക്കണ കാര്യമല്ല. ഇവിടെ പക്ഷെ എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മുടെ യഥാർത്ഥത്തിൽ നമുക്ക് പോകേണ്ട പാതയെ പൂർണ്ണമായി അടച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പാതയിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന പോലെ പോയി കഴിയുമ്പോൾ അവരൊരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇനി പൊയ്ക്കോളാം അച്ഛാ നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ പറഞ്ഞാൽ പിന്നെ നമുക്ക് എവിടേക്ക് തിരിച്ചു വരേണ്ടി വരും? നമ്മുടെ പാതയിലേക്ക് പോകാൻ തിരിച്ചു വരേണ്ടി വരും. കാലം അതിനെന്ത് ചെയ്യില്ല, അനുവദിക്കും. ചുരുക്കി പറഞ്ഞാൽ, മക്കളെ ജനിച്ചു കഴിഞ്ഞാൽ ഏകദേശം 18 വയസ്സ് അവരുടെ കാര്യം ചെയ്യാൻ പ്രാപ്തിയാകുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം? അവരെ സഹായിക്കാം, ഗൈഡ് ചെയ്യാം, ഉപദേശിക്കാം, ഇതെല്ലാം ചെയ്യാം. എന്ന് സ്വന്തം ഉത്തരവാദിത്വത്തിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയായോ, അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇന്ററാക്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ചെയ്യേണ്ടത് അവനവന്റെ സ്വധർമ്മം നിറവേറ്റുക എന്നുള്ള ഒരു ഉത്തരവാദിത്വപരമായ ഒരു ജോലി നമ്മൾ ചെയ്യേണ്ടതാണ്. നിർഭാഗ്യവശാൽ എല്ലാവരും എന്ത് ചെയ്യുന്നു? സ്വധർമ്മം നിറവേറ്റുന്നതിന് പകരം മറ്റുള്ളവരുടെ ധർമ്മം നിറവേറ്റിക്കൊണ്ട് ജീവിതത്തെ പാഴാക്കുന്നു എന്നതാണ് എല്ലാവരും ചെയ്യുന്ന. അവിടെയാണ് നേരത്തെ പറഞ്ഞ കാരണ ശരീരത്തിന് വിപരീതമായി ജീവിക്കുന്നു. ആർക്ക് വിപരീതമായി ജീവിക്കുന്നു? മനസ്സിലായോ? നമ്മുടെ മൂലാധാരത്തിൽ കിടക്കുന്ന ജീവന് സഹസ്രാരം പൊളിഞ്ഞ് പുറത്തേക്ക് പോകണമെങ്കിൽ ഈ കടമ്പകളെല്ലാം കടന്നു തന്നെ പോകണം. വേണ്ടേ? ഈ കടമ്പകൾ കടക്കണമെങ്കിൽ അനുഭവം നമുക്ക് ഉണ്ടാവണ്ടേ? അനുഭവം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് വേണം? എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു പോകണ്ടേ?
ഇവിടെ എന്താ സംഭവിക്കുക? മക്കൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് പറഞ്ഞിട്ട് പേരൻസ് മുഴുവൻ മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഇവർക്കും പോകാൻ വഴിയില്ല, അവർക്കും പോകാൻ വഴിയില്ലാതായി. രണ്ടുപേരും യാത്രയില്ലാതായി. അവസാനം എന്തായി? മക്കളുടെ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ അവരെ കൊണ്ട് കഴിയാതായി, അച്ഛനമ്മയുടെ പ്രശ്നങ്ങൾക്ക് ഇവരെ കൊണ്ടും പരിഹാരം കഴിയാത്ത അവസ്ഥയായി. ഒരു ചെറിയ പ്രശ്നം വന്നാൽ, ഒരു ചെറിയ ദുഃഖം വന്നാൽ മോനോ മോളോ വിട്ടിട്ട് നീ തന്നെ അത് സോൾവ് ചെയ്യുന്ന പറഞ്ഞ് വിട്ട് അവനെ തരണം ചെയ്യിക്കാനുള്ള വിദ്യ പഠിപ്പിക്കുന്നതിന് പകരം ആ പ്രോബ്ലമേ കാണിക്കാതെ വളർത്തിയപ്പോ എന്ത് സംഭവിച്ചു ചോദിച്ചാൽ, അവരുടെ മുന്നിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ അവർ എന്ത് ചെയ്യില്ല? പകച്ചു നിൽക്കുകയല്ല, അതിനപ്പുറത്തേക്കൊന്നും അറിയില്ല. കാരണം ഇന്നേ വരെ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ പാരൻസ്, രക്ഷിതാക്കൾ ദുരിതം അനുഭവിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ, മക്കളെ ദുഃഖവും ദുരിതവും അനുഭവിക്കാതെ വളർത്തിയവർ മാത്രമാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. മനസ്സിലായോ? എന്താ കാരണം? 30 വയസ്സ് വരെ ഒരു ചെറിയ പ്രോബ്ലം, ഒരു അല്പം പോലും വേദനയില്ലാതെ വളർത്തി. തെറ്റിദ്ധാരണയാണ്. അവന് ഒരു വേദനയും അനുഭവിക്കാതെ വളർത്തി കഴിഞ്ഞാൽ തിരിച്ച് എന്നെയും അതുപോലെ തന്നെ ചെയ്യും എന്നുള്ള ധാരണ മാത്രമാണ്. പക്ഷെ 30 വയസ്സ് കഴിഞ്ഞപ്പോ ഒരു കടുത്ത ദുഃഖം അവനെ വന്ന് വേട്ടയാടിയാൽ അവനിങ്ങനെ പകച്ചു നിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യില്ല. ആ കടുത്ത ദുഃഖം ഏതായിരിക്കും? ഈ പറഞ്ഞ അച്ഛനും അമ്മയും വയ്യാതെ കിടക്കുന്നു, ഈ അച്ഛനും അമ്മയും അവന്റെ ഒരു ബാധ്യതയായി മാറുന്നു, ഇതിനെ എങ്ങനെ മറികടക്കണം എന്ന് പോലും അറിയാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്നുകിൽ സൂയിസൈഡ്, അല്ലെങ്കിൽ ഈ രക്ഷിതാക്കളെ കൊണ്ട് തള്ളും. മലർന്ന് കിടന്ന് തുപ്പുക എന്ന് പറയും. വായിന്ന് പുറത്തു പോയി എന്ന് വിചാരിച്ച് സന്തോഷിക്കേണ്ട കാര്യം, ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ തിരിച്ച് എവിടേക്ക് തന്നെ എത്തും. എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും മറ്റുള്ളവരുടെ കർമ്മം ചെയ്യാൻ പാടില്ല. ഇപ്പൊ എനിക്ക് ദാഹിക്കുന്നു കരുതി നിങ്ങൾ ആരെയും വെള്ളം കുടിച്ച് വല്ല കാര്യമുണ്ടോ? ഇല്ല. മക്കൾക്ക് ഒരനുഭവം വന്ന് ആ അനുഭവത്തിൽ അവർ ഇറങ്ങിച്ചെന്ന് അതിലെ ഗുണവും ദോഷവും അനുഭവിച്ച് അതിന്ന് പാഠം പഠിച്ച് അവർ പിന്തിരിഞ്ഞു വരുമ്പോ ഒരു വ്യത്യാസം. ആ അനുഭവം വരുമ്പോ അച്ഛനും പറഞ്ഞ് അതിൽ പോയാൽ എനിക്ക് ഇന്ന ദുഃഖം ഉണ്ടാകുന്നുണ്ട്, ആ അനുഭവത്തിലേക്ക് അവനെ കടത്താതെ വിട്ടു കഴിഞ്ഞാൽ അത് വേറൊരു അനുഭവം. അപ്പൊ എന്ത് സംഭവിക്കും? ആ അനുഭവത്തിലൂടെ അനുഭവിച്ച് ബോധ്യപ്പെടേണ്ട ആ ജ്ഞാനം അവൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ അത് ഉറപ്പായിട്ടും ദോഷം ചെയ്യും. എന്ന് വെച്ചാൽ പല ആളുകളും അവരുടെ പല ചക്രങ്ങളിൽ നിന്നും കർമ്മ എന്ത് ചെയ്യുന്നു? ഡൈവേർട്ട് ചെയ്തു പോയി എന്നർത്ഥം. ചില ആളുകൾ ബാല്യത്തിൽ ഡൈവേർട്ടായി പോയി രക്ഷിതാക്കളുടെ ഇടപെടൽ കൊണ്ട്, ചില ആളുകൾ കൗമാരത്തിൽ ഇടപെട്ടു പോയി മറ്റു പല ഇൻഫ്ലുവൻസ് കൊണ്ട്, ചില ആളുകൾ യൗവനത്തിൽ പ്രാരാബ്ദം മറ്റു കാരണങ്ങൾ കൊണ്ട് യൗവനത്തിൽ ഡൈവേർട്ടായി പോയി, ചില ആളുകൾ കുടുംബജീവിതത്തിൽ കുടുംബസ്ഥനായി നിന്നുകൊണ്ട് അവന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? ഹോമിക്കുന്നു. ചില ആളുകൾ അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ നിന്ന് അവർ എന്ത് ചെയ്യപ്പെടുന്നു? അവരുടെ ജീവിതം ജീവിക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെടുകയും മറ്റുള്ളവരുടെ ജീവിതം ജീവിക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, മറ്റുള്ളവർക്കും ജീവിതം ജീവിച്ച പോലെ തോന്നില്ല, ഇവർക്കും ജീവിതം ജീവിച്ച പോലെ തോന്നും. അതായത് ഒരു മക്കളുടെ ജീവിതത്തിൽ വല്ലാതെ കയറി ഇടപെട്ടിട്ട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് പറഞ്ഞ എല്ലാ പ്രവൃത്തിയും അച്ഛനമ്മ ചെയ്യുമ്പോൾ അച്ഛനമ്മയുടെ ജീവിതം അനുഭവിച്ചതായി തൃപ്തി ഉണ്ടാവില്ല, മക്കൾക്ക് അവരുടെ ജീവിതം അനുഭവിച്ചതായിട്ടുള്ള തൃപ്തി ഉണ്ടാവില്ല. അവസാനം ഇല്ലത്തുനിന്ന് പോവുകയും ചെയ്തു, അമ്മാട്ടത്തിന് എത്തിയില്ലാത്ത അവസ്ഥയാവും. ക്ലിയറായോ? അതാണ് ചക്ര ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ചക്ര ബ്ലോക്ക് എന്ന് പറയുന്നത് കർമ്മത്തിലൂടെയാണ് എത്തിയേണ്ടത്. നമ്മുടെ മുന്നിൽ വരുന്ന ഒരു കർമ്മവും നമ്മൾ ഇന്നും ഇന്നലെയും പ്ലാൻ ചെയ്ത് വെച്ചതല്ല, നമുക്ക് നിയോഗം കൊണ്ട് വരുന്നതാണ്. സൃഷ്ടി തമ്പുരാൻ നമ്മളെ ആ അച്ചിലൂടെ നമ്മളെ കടത്തി വിട്ടാൽ മാത്രമേ നമുക്കൊരു രൂപം വരുവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ആ അച്ചെന്ന് പറയുന്ന അനുഭവത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കടത്തിവിടുന്നത്. പക്ഷെ ആ അനുഭവം നമുക്ക് കാലം നമുക്ക് ഗിഫ്റ്റായി തരുന്ന അനുഭവത്തെ നമ്മൾ നിഷേധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ രൂപം തന്നെ മാറും അല്ലേ? നമ്മളെ ഒരു അച്ചിലിടുമ്പോ നമുക്കൊരു രൂപമാണ് കിട്ടുന്നത്. നമുക്ക് കൗമാരം എന്ന അവസ്ഥയിൽ അനുഭവിച്ച് തീർക്കുമ്പോൾ ഒരു മെച്യൂരിറ്റി വരും അല്ലെ? മെച്യൂരിറ്റി വരുമല്ലോ. 60-70 വയസ്സായിട്ട് വായി നോക്കാൻ ബസ് സ്റ്റോപ്പിൽ പോയിരുന്ന് ഈ ടീനേജ് പിള്ളേർ വായി നോക്കുന്ന പോലെ നമുക്ക് പോയിരിക്കുവോ, അല്ലെങ്കിൽ പ്രണയ ലേഖനമൊക്കെ എഴുതി കൊടുക്കാറോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അതിനൊരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞ് ആ അച്ച് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഫ്രെയിം എന്ത് ചെയ്യില്ല, അതവിടെ കളയും. എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിലേക്ക് അനുഭവത്തെ തരുമ്പോ, കാലവും കർമ്മവുമായിട്ട് നമുക്ക് അനുഭവത്തെ തരുമ്പോ അത് നമ്മൾ നിഷേധിച്ചുകൊണ്ട്
ആ അനുഭവത്തെ നിഷേധിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോൾ